നമുക്ക് 128 അധ്യായം മുതൽ വായിക്കാം. അധ്യായത്തിൻ്റെ പേര് പറയാം. ബ്രഹ്മഗീതാസു ബ്രഹ്മാകാശ വിപശ്ചിത് ജഗച്ചന്ദ്ര ദർശനം. നീളം മതിയോ? വിപശ്ചിത്തുകൾ ഒരാളാണ്. നാല് രൂപങ്ങളിൽ അവർ പ്രത്യക്ഷപ്പെട്ടു അഗ്നികുണ്ഡത്തിൽ നിന്നും. അവർ ഓരോരുത്തരും, ഒരാൾ മോക്ഷം നേടിപ്പോയി. അങ്ങനെ ഓരോരുത്തരുടെ കഥ പറയുമ്പോൾ അവസാനം വടക്ക് ദിക്കിലേക്ക് പോയ വിപശ്ചിത്ത്, അയാൾ ഭൂമിയെയും കടന്ന് പ്രപഞ്ചത്തിൻ്റെ അതിരിലേക്ക് ആ ഭാഗത്തെത്തി. പ്രപഞ്ചം അതിരില്ലാത്തതാണ് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ആധുനിക ശാസ്ത്രവും അതേ അഭിപ്രായത്തോടു കൂടിയതാണ്. പക്ഷേ വസിഷ്ഠ മഹർഷി പറയുന്നത് ഇത് അനന്തമാണെങ്കിലും, അതായത് താരതമ്യേന അനന്തമാണ്, പക്ഷേ അന്തത്തോട് കൂടിയതാണ് ഈ പ്രപഞ്ചം. അതായത് പ്രപഞ്ചം എന്ന് പറയുന്നത് വലിയ ഒരു അണ്ടകടാഹം നമ്മൾ പറയത്തില്ലേ, ഒരു വലിയ നമ്മൾ അതിനെന്താ പറയുന്നത്, ചരുവെന്നൊക്കെ പറയത്തില്ലേ, ഒരു ചരുവത്തിൻ്റെ പുറത്ത് വേറൊരു ചരുവം കയറ്റി വെച്ചതുപോലെ രണ്ട് ഭാഗങ്ങൾ, അതിൻ്റെ ഉള്ളിലാണ് ഈ അനന്തമായ പ്രപഞ്ചം നിലനിൽക്കുന്നതെന്നാണ്. അതിന് ബ്രഹ്മാണ്ട ഘർപ്പരം എന്നാണ് പറയുന്നത്. ഘർപ്പരം എന്നുള്ളതിന് കുടം, ചട്ടി എന്നൊക്കെയാണ് അർത്ഥം. ഇങ്ങനെ ഒരു പാത്രത്തിൻ്റെ മുകളിൽ വേറൊരു പാത്രം കയറ്റി വെച്ചതുപോലെ ഈ പ്രപഞ്ചത്തിന് രണ്ട് ഭാഗങ്ങളുണ്ടെന്നാണ്. അതിൻ്റെ ഉള്ളിലാണ് ഈ പ്രപഞ്ചം തിരിയുന്നത്. ഇപ്പോൾ ഈ വടക്ക് ദിക്കിലേക്ക് യാത്ര ചെയ്ത ആ വിപശ്ചിത്ത് ലോകാലോക പർവ്വതം എന്നൊരു പർവ്വതത്തെക്കുറിച്ച് വിവരിച്ചു. പിന്നെ ലോകാലോക പർവ്വതവും പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞല്ലോ, ഞാൻ തന്നെ മറന്നുപോയി. ലോകാലോക പർവ്വതവും വേറൊരു ടെക്നിക്കൽ ടേം കൂടെ ഉണ്ടായിരുന്നു. പോട്ടെ, അതൊക്കെ പോട്ടെ, അതിൻ്റെ പേരിൽ കാര്യമില്ല. അപ്പം അതിനെയൊക്കെ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ട് അത് വസിഷ്ഠ മഹർഷി വർണ്ണിക്കാനിടയായ സന്ദർഭം രാമൻ്റെ ഭൂലോകത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. ഈ ഭൂമി എവിടെ നിൽക്കുന്നു? അപ്പോൾ ആ ഭൂമിയുടെ സ്ഥാനം വർണ്ണിക്കാൻ വേണ്ടി പ്രപഞ്ചത്തെ മൊത്തമായിട്ട് വസിഷ്ഠ മഹർഷി വിവരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ 128 സർഗത്തിൽ വസിഷ്ഠ മഹർഷിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ശ്രീ വസിഷ്ഠ ഉവാച. വസിഷ്ഠ മഹർഷി പറഞ്ഞു, അസ്മദാദേർജനസ്യൈതത് പ്രത്യക്ഷം നാനുമാനികം ശുദ്ധബോധശരീരേണ നാദിഭൗതികരൂപിണ. അസ്മദാദേഹേ, ഇപ്പം രാമൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംശയം ഉടലെടുക്കാം എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വസിഷ്ഠ മഹർഷി പറയാൻ ആരംഭിക്കുകയാണ്. ഞങ്ങളെപ്പോലെയുള്ളവർക്ക്, അല്ലയോ രാമ, ഞങ്ങളെപ്പോലെ സൂക്ഷ്മദർശികളായ ഋഷിമാർക്ക് ഈ പ്രപഞ്ചം എത്രത്തോളം ഉണ്ട്, ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് വളരെ വ്യക്തമായി ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ അറിയാൻ പറ്റും. ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് ഈ റോക്കറ്റ് അല്ലെങ്കിൽ മറ്റ് ഉപഗ്രഹങ്ങൾ, ശൂന്യാകാശ പേടകങ്ങൾ, അതിലൊക്കെ കയറി പ്രപഞ്ചത്തെ അന്വേഷിക്കാൻ തയ്യാറാവുന്നു. പക്ഷെ അവർക്കൊന്നും അറിയത്തില്ല. ഏതൊക്കെ ഗ്രഹങ്ങളിൽ ജീവനുണ്ട് എന്ന് പോലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ചന്ദ്രനിൽ വായുവില്ല, ജലമില്ല എന്നാണ് ഇത്രയും കാലം വിശ്വസിച്ചുകൊണ്ടിരുന്നത്. വായുവില്ല എന്നുള്ളത് ശരി, പക്ഷേ ധാരാളം ജലമുണ്ടെന്നാണ്. ഐസ് ക്രിസ്റ്റലുകളുണ്ട് ചന്ദ്രനിൽ. അപ്പോൾ ഇത്രയും കാലം നമ്മളെ പഠിപ്പിച്ചതും നമ്മൾ പഠിച്ചതുമൊക്കെ ഈ ആധുനിക ശാസ്ത്രം ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഒന്നിലും ഒരു തീരുമാനം എടുക്കാൻ ആധുനിക ശാസ്ത്രത്തിന് കഴിയുന്നില്ല. കാരണം അവരുടെ കയ്യിലുള്ളത് പരിമിതമായ ഉപകരണങ്ങളാണ്. അപരിമിതമായ ബുദ്ധിയെ വിനിയോഗിച്ച് സൂക്ഷ്മമായ തലത്തിൽ പ്രപഞ്ചത്തെ നല്ലപോലെ വിശകലനം ചെയ്തവരാണ് നമ്മുടെ ഋഷീശ്വരന്മാർ. അതുകൊണ്ട് അവർക്ക് സാധാരണ ബുദ്ധിക്ക് പിടികിട്ടാത്ത പലതിനെയും കണ്ടെത്താൻ കഴിയും
അങ്ങനെ കണ്ടെത്തി അവർ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ. ഈ പുണ്യം പാപം ഇതൊക്കെ എന്തിനാണ്? പുണ്യം ചെയ്തവൻ സുഖിക്കും, എവിടെ പറഞ്ഞിട്ടുണ്ട്? പാപികൾ എന്നും ദുഃഖം അനുഭവിക്കും. ഇതൊക്കെ മനുഷ്യരുണ്ടാക്കിയ മനുഷ്യരുടെ സൃഷ്ടിയല്ലേ, അവരുടെ കൽപ്പനയല്ലേ? അല്ല, അതിൻ്റെ പുറകിലൊക്കെ ഒരു ശാസ്ത്രീയതയുണ്ട്. പ്രപഞ്ചം മൊത്തത്തിൽ മിഥ്യയാണ് എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, പക്ഷേ ഈ മായാമയമായ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ ചില പ്രത്യേക നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് അപ്പാടെ തള്ളിക്കളയാൻ പറ്റില്ല. കർമ്മ സിദ്ധാന്തം അപ്പാടെ അത് വെറും ഭോഷ്കാണ്, അർത്ഥമില്ല, വെറുതെ പറഞ്ഞു വെച്ചതാണ്, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. മായയുടെ ഉള്ളിൽ എല്ലാറ്റിനും പ്രസക്തിയുണ്ട്. സ്വപ്നത്തിൽ കാണുന്ന അഗ്നിയെ കെടുത്താൻ സ്വപ്നത്തിലെ ജലം സഹായിക്കും. പക്ഷേ സ്വപ്നത്തിൽ കാണപ്പെടുന്ന അഗ്നിയും ജലവും രണ്ടും ഒരുപോലെ മിഥ്യയാണ്. സ്വപ്നത്തിലെ വിശപ്പിന് സ്വപ്നത്തിലെ ഭക്ഷണം തന്നെ വേണം. നിങ്ങൾ വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ടായിരിക്കും നിങ്ങൾ കിടന്നുറങ്ങുക. സ്വപ്നത്തിൽ നിങ്ങൾ വിശന്ന് വലയുന്നവനായി അനുഭവിച്ചു എന്ന് വരാം. വയറ്റിൽ നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിച്ചിട്ടില്ല, അത് അതുപോലെ കിടക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഞാൻ വിശപ്പ് അനുഭവിച്ചത്? വിശപ്പ് അനുഭവിച്ച നിങ്ങൾ തന്നെ അതിന് ഉത്തരം കണ്ടുപിടിക്കണം. അനുഭവമാണ്. സ്വപ്നത്തിൽ വിശപ്പ് അനുഭവപ്പെടുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ വയറ്റിൽ കിടക്കുന്ന, അതായത് ഈ സ്ഥൂല ശരീരത്തിനകത്തുള്ള ആ ഭക്ഷണം സ്വപ്നത്തിലെ വിശപ്പിന് പരിഹാരമല്ല. ഇപ്പം സ്വപ്നത്തിലെ വിശപ്പിന് പരിഹാരം സ്വപ്നത്തിലെ ഭക്ഷണമാണ്. അതെങ്ങനെ? സ്വപ്നത്തിലെ വിശപ്പ് ഇല്ലാത്തതല്ലേ, സ്വപ്നത്തിലെ ഭക്ഷണവും ഇല്ലാത്തതല്ലേ? ശരി തന്നെയാണ്, പക്ഷേ ഇല്ലാത്തതിന് പരിഹാരമാകും എന്ന് പറഞ്ഞാൽ ഭ്രമതലത്തിൽ എല്ലാം സാധ്യമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വിവരണങ്ങളൊക്കെ കേട്ടിട്ട് ഇതാണ് അന്തിമമായ തത്വം. വസിഷ്ഠ മഹർഷി ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഇത്രയേറെ വിവരിക്കുന്നത് കൊണ്ട് ഈ പ്രപഞ്ചം സത്യമാണ് എന്ന് അദ്ദേഹം വാദിക്കാൻ തയ്യാറാവുന്നില്ല. അത് നല്ലതുപോലെ മനസ്സിലാക്കുക. ഇപ്പോൾ വസിഷ്ഠ മഹർഷിക്ക് പറയാനുള്ളത് ഇതാണ്: അസ്മദാദേർ ജനസ്യൈതത്, ഞങ്ങളെപ്പോലെയുള്ള സൂക്ഷ്മദർശികൾക്ക് ഏതത് പ്രത്യക്ഷം, ഞാൻ രാമ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പ്രത്യക്ഷമായി നേരിൽ കണ്ട് അനുഭവിച്ചതാണ്, അല്ലാതെ അനുമാനത്തെ ആസ്പദമാക്കി അല്ലെങ്കിൽ ഊഹിച്ചു പറഞ്ഞതല്ല. ഇതൊക്കെ വെറുതെ കൽപ്പനയുടെ സൃഷ്ടിയല്ല. ഞാൻ അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ഋഷീശ്വരന്മാർ സൂക്ഷ്മമായ കാര്യങ്ങളെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് അതിനെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്നത്. ശുദ്ധബോധ ശരീരേണ നാദിഭൗതിക രൂപിണ, പാഞ്ചഭൗതികമായ ഈ ശരീരത്തോടുകൂടി ഒരിക്കലും പ്രപഞ്ചത്തിൻ്റെ അതിർവരമ്പ് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം അനന്തമായി വ്യാപിച്ചു കിടക്കുന്നതാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് പോലും ഗ്രഹിക്കാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ശക്തി മനുഷ്യർക്കില്ല. അതിനു മുമ്പ് അവൻ്റെ ആയുസ് അവസാനിക്കും ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്ന. പക്ഷേ ഋഷീശ്വരന്മാർക്ക് അങ്ങനെയല്ല. അവർ സൂക്ഷ്മ തലത്തിൽ പലതിനെയും കണ്ടെത്തിയിട്ടുള്ളവരാണ്. ആദിഭൗതിക ശരീരത്തോടുകൂടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാഞ്ചഭൗതികമായ ശരീരത്തോടുകൂടി ഈ പ്രപഞ്ചത്തിൻ്റെ അതിർവരമ്പ് കണ്ടെത്താൻ സാധ്യമല്ല. എന്നാൽ ശുദ്ധബോധസ്വരൂപികളായി നിന്നാൽ എന്ന് പറഞ്ഞാൽ എങ്ങും വ്യാപിച്ചു നിൽക്കുന്ന പരമാത്മാവായി നമ്മൾ നിൽക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു വിഷമവുമില്ല. ഭൂതവും വർത്തമാനവും ഭാവിയും ഇത് മൂന്നും അറിയാൻ കഴിവുള്ളവരാണ് ഋഷീശ്വരന്മാർ. ഒരു ജീവനെ കാണുമ്പോൾ അയാൾ ഏതൊക്കെ ജന്മപരമ്പരകളിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്, ഇനി എത്ര ജന്മങ്ങൾ അയാൾക്ക് ജനിക്കേണ്ടതായിട്ടുണ്ട്, ഇതൊക്കെ അവർക്ക് നല്ലതുപോലെ അറിയാൻ പറ്റും. നമ്മളതൊന്നും വിശ്വസിക്കുകയില്ല, അവരെ പുച്ഛിക്കുകയും ചെയ്യും. സ്ഥൂലമായ തലത്തിലുള്ളതിനേക്കാളും എത്രയോ മടങ്ങ് സൂക്ഷ്മമായ തലത്തിലുണ്ട്.
അപ്പോൾ അതിനെയൊക്കെ സൂക്ഷ്മ ബുദ്ധികൾക്ക് വ്യക്തമായി കാണാൻ കഴിയും. അപ്പോൾ പാഞ്ചഭൗതികമായ ശരീരത്തോടു കൂടിയല്ല രാമ ഈ കാര്യങ്ങളെ കണ്ടിട്ട് ഞാൻ നിന്നോട് പറയുന്നത്. ഞാൻ ബോധശരീരിയായി നിലകൊണ്ടു, ആത്മാവ് ബ്രഹ്മമായി നിന്നു. ബ്രഹ്മമായി നിന്നാൽ ബ്രഹ്മത്തിൽ എന്തൊക്കെയാണ് കാഴ്ചകളുള്ളത് എന്നുള്ളതിനെ ബോധസ്വരൂപമായി നിന്നുകൊണ്ട് അറിയാൻ ഒരു വിഷമവും ഇല്ല. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ട് നിന്നോട് പറയുന്നതാണ്. ഇതം ജ്യോതിശ്ചക്ര തത് പരിമാണാധികം ത്വയാ കേന പ്രമാണേന അവഗതം തത്രാഹ. നിനക്കൊരു സംശയം തോന്നാം, ഈ ജ്യോതിശ്ചക്രവും ലോകാലോക പർവ്വതവും ഈ ബ്രഹ്മാണ്ഡ ഘർപ്പരവും ഇതൊക്കെ എത്ര ദൂരം വ്യാപിച്ചിരിക്കുന്നു, എത്ര യോജന വിസ്തീർണമാണ് ഇവയ്ക്കുള്ളത്, ഇതൊക്കെ അങ്ങ് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു എന്ന് നീ ചോദിച്ചില്ലെങ്കിലും നിനക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവാം. അതിനുള്ള മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അസ്മദാദേരിതി ജനസ്യ യോഗിജനസ്യ, യോഗിമാർക്ക് അല്ലെങ്കിൽ സൂക്ഷ്മബുദ്ധികളായ ജ്ഞാനികൾക്ക് യോഗജ്ഞാന അഭ്യാസ ശോധിതത്വാത്, യോഗാഭ്യാസത്തിലൂടെ അവരുടെ ബുദ്ധിയെ അവർ ശുദ്ധീകരിച്ചതുകൊണ്ട് സൂക്ഷ്മമായ പലതിനെയും കുറിച്ച് അറിയാനുള്ള കഴിവ് അവർക്ക് ലഭിക്കുന്നു. അങ്ങനെ ബുദ്ധി അത്യന്തം പവിത്രമായി, ബുദ്ധിയിലുള്ള കളങ്കമൊക്കെ നീങ്ങി, യസ് തത്വബോധ സർവജഗത് തത്വസാക്ഷാത്കാര, തത്വബോധമുദിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാനത്തെക്കുറിച്ച് ഒരാൾ മനസ്സിലാക്കുമ്പോൾ അയാൾക്ക് ഈ പ്രപഞ്ചത്തിൽ ഓരോ മുക്കിലും മൂലയിലും എന്താണുള്ളത് എന്നറിയാൻ പറ്റും. അതിന് ഒരു വിഷമവുമില്ല. 14 ലോകങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, അതിനൊക്കെ താത്വികമായ അർത്ഥമുണ്ട്. അതൊക്കെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെയാണ്. മനസ്സിൻ്റെ ഓരോരോ ഘട്ടങ്ങളാണ് ഈ 14 ലോകങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ള വ്യാഖ്യാനം ഒരു സ്ഥലത്തുണ്ട്. പക്ഷേ സൂക്ഷ്മലോകങ്ങൾ ഇല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈ പിതൃലോകം എന്നൊന്നും ഇല്ല എങ്കിൽ നമ്മളിവിടെ ശ്രാദ്ധവും ബലിതർപ്പണവും ഒക്കെ നടത്തുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പോൾ ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ്വൈത തലത്തിലുണ്ട്. എന്തെങ്കിലും ഒന്ന് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക. ഈ പ്രപഞ്ചം എന്നെ സംബന്ധിച്ച് ഉള്ളതോ ഇല്ലാത്തതോ? ഉള്ളതാണല്ലോ. ഈ നാടും വീടും കാടും സൂര്യനും ചന്ദ്രനും പക്ഷിമൃഗാദികളുമൊക്കെ ഉള്ളതായിട്ടാണല്ലോ നമുക്ക് അനുഭവം. അങ്ങനെ നാം കരുതുന്നിടത്തോളം കാലം മറ്റു ലോകങ്ങളും ഉണ്ട് എന്ന് കരുതിയേ പറ്റൂ. ദ്വൈത തലത്തിൽ എല്ലാമുണ്ട്. അദ്വൈത തലത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, അതാണ് ബ്രഹ്മം അഥവാ ബോധം. അതിൽ ദ്വൈതത്തിന് പ്രസക്തിയേയില്ല. അപ്പോൾ നമ്മൾ ഏത് നിലയിൽ നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഒരു ജ്ഞാനിയോട് പിതൃലോകമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകമുണ്ടോ, ഇതായിരിക്കും അദ്ദേഹം നമ്മോട് ചോദിക്കുന്ന ചോദ്യം. ഈ ലോകമുണ്ടോ? അല്ല, ഇത് മിഥ്യയാണെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ താൻ ഈ ചോദ്യം ചോദിക്കത്തില്ലല്ലോ. ഈ ലോകം തന്നെ മിഥ്യയാണെങ്കിൽ മറ്റു ലോകങ്ങളെക്കുറിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. ഈ പ്രപഞ്ചം, നമ്മുടെ അനുഭവമണ്ഡലത്തിലുള്ള പ്രപഞ്ചം സത്യമാണെന്ന വിചാരം ഉള്ളിടത്തോളം കാലം മറ്റു ലോകങ്ങളുടെ അസ്തിത്വത്തെ നിഷേധിക്കാൻ നമുക്ക് അവകാശമില്ല. അത്രയെങ്കിലും മനസ്സിലാക്കുക. അതുണ്ടോ ഇതുണ്ടോ ആ ചോദ്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇതുണ്ടെങ്കിൽ ഇവിടെ കെട്ടിടവും സർക്കാർ ആഫീസും അവിടെ കെട്ടിക്കിടക്കുന്ന ഫയലുകളും ഒക്കെ ഉണ്ടെങ്കിൽ മറ്റു ലോകങ്ങളും ഉണ്ട്, അവിടെയും ജീവികളുണ്ടാവും. അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഭക്ഷണ രീതി എന്താണ്, അതൊന്നും നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ മറ്റ് ലോകങ്ങളിൽ ജീവികൾ ഇല്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല.
മറ്റു ഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ മറ്റു ലോകങ്ങളിലുള്ളവർ നമ്മുടെ അസ്തിത്വത്തെ നിഷേധിച്ചാൽ നമുക്കിഷ്ടപ്പെടുമോ? നമ്മളില്ലാന്ന് അവർ പറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിച്ച നമ്മളതിനെ എതിർക്കില്ലേ? അതുപോലെ തന്നെയാണ് അവരെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അപ്പം അറിയാത്തതിനെ നിഷേധിക്കരുത്, അറിഞ്ഞതിനെ നിഷേധിക്കാൻ പറ്റുകയില്ല. ഇതാണ് ഇതിനകത്തൊരു കുഴപ്പം. ഇതാണ്, നിങ്ങൾക്കറിയാത്തതിനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ കഴിയാത്ത ഒന്നിനെ ഞാൻ എങ്ങനെയാണ് നിഷേധിക്കുക? ശരി, വ്യക്തമായി അനുഭവിക്കുന്ന ഒന്നിനെ നിഷേധിക്കാൻ പറ്റുകയില്ല. എന്ത് ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. തത്വബോധം ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കുക. കണ്ടാലും ഇല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട്, കാണപ്പെടാത്തതാണ് സത്യം, കാണപ്പെടുന്നത് കള്ളമാണ്, വ്യക്തമായി ഇന്ദ്രിയ മനോമണ്ഡലങ്ങളിൽ അനുഭവിക്കുന്ന ഒന്നും തന്നെ സത്യമല്ല, സത്യമെന്ന പോലെയാണ് അനുഭവമെങ്കിലും അവയൊന്നും വാസ്തവത്തിലില്ല എന്ന് തത്വവിചാരത്തിൻ്റെ സഹായത്തോടു കൂടി തീരുമാനിക്കുക. അത്രയേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ലോകം ഉള്ളതായാലെന്ത്, ഇല്ലാത്തതായാലെന്ത്? അതെന്തിനാണ് നിങ്ങൾ ആലോചിക്കുന്നത്? നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടോ? ജീവിതത്തിൽ സൗഖ്യമോ സമാധാനമോ ഉണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ അത് നേടാനുള്ള വഴി നോക്കൂ കൂട്ടരെ. ഈ ലോകം സത്യമാണോ കള്ളമാണോ? വേദാന്തം മിഥ്യയാണ് എന്നാണ് ലോകത്തെക്കുറിച്ച് പറയുന്നത്. അജ്ഞാനികൾ ഇത് സത്യമാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരാണ്. ഇപ്പം ആരുടെ വാക്ക് നമ്മൾ അംഗീകരിക്കണം? രണ്ടുപേരുടെ വാക്കും അംഗീകരിക്കണ്ട. നിങ്ങൾ സ്വയം സത്യം കണ്ടെത്തൂ. നമ്മൾ സ്വയം ആ സത്യത്തെ നേരിട്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ സംശയത്തിനിടയില്ലല്ലോ. അപ്പം അതിന് നമ്മൾ ശ്രമിക്കുന്നില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സിദ്ധാന്തത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റ് സിദ്ധാന്തങ്ങളെ എതിർക്കാനാണ് ശ്രമിക്കുന്നത്. അതെല്ലാം മനസ്സിൻ്റെ തലമാണ്. അതുകൊണ്ട് കാര്യമായ പ്രയോജനവും ഇല്ല. അപ്പോൾ വസിഷ്ഠ മഹർഷി പറയുന്നത്, യോഗിമാർക്ക് അവരുടെ യോഗ ജ്ഞാന അഭ്യാസ കൊണ്ട് അവരുടെ മനസ്സ് ശുദ്ധമായി തീർന്നതുകൊണ്ട് അവർക്ക് സർവജഗത്തത്വ സാക്ഷാത്കാര, ഈ പ്രപഞ്ചം മാത്രമല്ല ഈ മറ്റ് പ്രപഞ്ചങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ബ്രഹ്മദേവൻ്റെ സൃഷ്ടിയിലുള്ളതാണ് ഒരു പ്രപഞ്ചം. ഒരു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവാണ് ബ്രഹ്മദേവൻ. ഇതുപോലെ എത്ര പ്രപഞ്ചമുണ്ട്? ഓരോ പ്രപഞ്ചത്തിനും ഓരോ സൃഷ്ടികർത്താവുണ്ട്. അതായത് ബ്രഹ്മദേവന്മാർ പലരും ഉണ്ട് എന്നാണ്. ഇപ്പോൾ ഉള്ളത് എത്രാമത്തെ ബ്രഹ്മദേവനാണ് എന്ന് പോലും നിശ്ചയമില്ല. ആദ്യത്തെ ബ്രഹ്മാവ് എന്നാണ്. ആദ്യത്തെ ബ്രഹ്മാവല്ല, ഇന്നത്തെ ബ്രഹ്മാവ് എന്നാണ് പറയുന്നത്. അദ്യ ബ്രഹ്മണ എന്നാണ് ഈ ബ്രാഹ്മണര് വർഷത്തിലൊരിക്കൽ പൂണൂല് മാറ്റുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, ആവണി അവിട്ടം. ഈ ആവണി അവിട്ടത്തിൻ്റെ മഹാസങ്കല്പത്തിൽ അദ്യ ബ്രഹ്മണ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള ബ്രഹ്മദേവൻ്റെ സൃഷ്ടിയിലെ ഇത്രാമത്തെ യുഗത്തിൽ, അങ്ങനെയൊക്കെയാണ് കണക്ക്. അപ്പോൾ ബ്രഹ്മദേവന്മാർ തന്നെ പലരും വന്നു പോയി കഴിഞ്ഞു, ഇനിയും പലരും വരാനുണ്ട്. അപ്പോൾ ഇത് എന്ന് തുടങ്ങി, ഇതെന്ന് അവസാനിക്കും ഈ കളി? ഇത് കളിയാണെന്ന് മനസ്സിലാക്കിയാൽ സ്വസ്ഥമായി ജീവിക്കാം. ഇതിനൊക്കെ സത്യമെന്ന് കരുതി മസിൽ പിടിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ ദുഃഖവും ദുരിതവുമായിരിക്കും. ഇപ്പോൾ സൂക്ഷ്മബുദ്ധികളായ തത്വജ്ഞാനികൾ സർവജഗത് തത്വത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. സർവജഗത്തിനും ആധാരമായിരിക്കുന്ന ബോധതത്വത്തെ, പരമാത്മാവിനെ സാക്ഷാത്കരിച്ചവരായതുകൊണ്ട് തത് പ്രധാനേന ആദിവാഹിക ശരീരേണ നത്വാദിഭൗതിക സ്ഥൂലരൂപേണേത്യർത്ഥ. സ്ഥൂല ശരീരത്തോടു കൂടി അവർ പ്രപഞ്ചത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ചെന്ന് കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കുന്ന കൂട്ടരല്ല. സൂക്ഷ്മ ശരീരികളായി അവർക്ക് പ്രപഞ്ചത്തിൻ്റെ ഏത് ഭാഗത്തിലും എത്താനുള്ള കഴിവുണ്ട്. അവർ സൂക്ഷ്മ ശരീരികളായി ഓരോ സ്ഥലത്ത് ചെന്ന് ഓരോന്നിനെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്.
അത് സ്ഥൂല ബുദ്ധികൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവാൻ പോകുന്നുമില്ല. ഇപ്പോൾ വെറുതെ എന്തിനാ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തർക്കിക്കുക എന്നുള്ളതല്ലാതെ അവർ കണ്ടതിനെ അവർ പറയുന്നു, നമ്മൾ കാണാതെ അവർ പറയുന്നതിനെ നിഷേധിക്കുന്നു. എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഈശ്വര ദർശനം നേടിയ മഹാത്മാവ് പറയുന്നു ഇതൊക്കെ ഈശ്വരനാണെന്ന്. അത് അദ്ദേഹത്തിൻ്റെ സ്വാനുഭവമാണ്. അജ്ഞാനികളെല്ലാവരും കൂടെ ചേർന്ന് അദ്ദേഹത്തെ മണ്ടനെന്ന് മുദ്ര കുത്തുന്നു. ഇത് എവിടുത്തെ ഏർപ്പാടാണത്? ഇതാണ് ഭ്രാന്തന്മാർ എന്നും ചെയ്തിട്ടുള്ളത്. ഇത് ഭ്രാന്തിൻ്റെ ലക്ഷണമാണ്. ഒരു കാര്യത്തെ വേണ്ടവണ്ണം മനസ്സിലാക്കാതെ കാര്യം മനസ്സിലാക്കിയവരുടെ വാക്കുകളെ നിന്ദിക്കുക, അധിക്ഷേപിക്കുക, അതൊന്നും പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന നടപടിയല്ല. ബുദ്ധിയുണ്ടെന്ന് നമ്മൾ അഭിമാനിക്കുന്നു, പക്ഷേ സത്യദർശികളുടെ ബുദ്ധിയുമായി നമ്മുടെ ബുദ്ധിയെ തട്ടിച്ചു നോക്കിയാൽ അത് വളരെ താണ നിലയിലാണ്. നമ്മുടെ ബുദ്ധിക്ക് സൂക്ഷ്മതയില്ല, പവിത്രതയില്ല. അപ്പോൾ അങ്ങനെയുള്ള പവിത്രമായ ബുദ്ധിയുള്ളവർ കണ്ടെത്തുന്ന സത്യങ്ങളെ നമുക്കെങ്ങനെ നിഷേധിക്കാൻ പറ്റും? അത് തികഞ്ഞ മൂഢതയും ധിക്കാരവുമാണ്. ധിക്കാരമാണത്, മൂഢത പോലുമല്ല. മൂഢതയിൽ നിന്ന് ഉദിക്കുന്ന കറതീർന്ന ധിക്കാരം. അതാണ് ഈ നമ്മുടെ ശാസ്ത്രങ്ങളെയും വിശേഷിച്ച് അധ്യാത്മശാസ്ത്രത്തെ മറ്റുള്ളവർ നിന്ദിക്കാൻ കാരണം. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവർ ആദിവാഹിക ശരീരത്തോടു കൂടി പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് കണ്ടെത്തിയ കാര്യങ്ങളെയാണ് പറയാറുള്ളത്. അല്ലാതെ അത് ഞങ്ങളുടെ സങ്കല്പത്തിൽ, ഞങ്ങളുടെ ഭാവനയിൽ വിടർന്ന ഒന്നല്ല. ഞങ്ങൾ നേരിൽ കണ്ട, നിങ്ങൾ സ്ഥൂല ശരീരത്തോടു കൂടി പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നു, പലതിനെയും കാണുന്നു. ഞങ്ങൾ സൂക്ഷ്മ ശരീരികളായി മറ്റു ലോകങ്ങളിൽ എത്തി അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളതിനെ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് പറയുന്നു. വിശ്വസിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, വിശ്വസിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ കണ്ടതിനെയാണ് ഞങ്ങൾ പറയുന്നത് എന്നുള്ളതിനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഏതദസ്മജ്ജഗത്സ്വപ്നേ നാന്യേഷു കഥിതം മയാ അന്യേഷ്വസ്തി ജഗത്സ്വപ്നേഷ്വേവമന്യാപി ച സ്ഥിതിഃ. ഏതത് അസ്മജ്ജഗത്സ്വപ്നേ, ഞാൻ നിന്നോട് പറഞ്ഞു കേൾപ്പിച്ചതല്ല. ഈ പ്രപഞ്ചമാകുന്ന സ്വപ്നത്തിനകത്ത് ഞാൻ നേരിട്ട് കണ്ട കാഴ്ചകളാണ്. പ്രപഞ്ചമാകുന്ന സ്വപ്നം എന്നാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ടെങ്കിലും ഇതിനൊന്നും അദ്ദേഹം വാസ്തവികത കൽപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാൻ വിട്ടുപോകരുത്. ഈ ജഗത് സ്വപ്നം അല്ലെങ്കിൽ പ്രപഞ്ച സ്വപ്നം, അതിൽ ധാരാളം കാഴ്ചകളുണ്ട്. നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് അതിലെ ഒരു ചെറിയ കാഴ്ച മാത്രമാണ്. ഇതുപോലെ ചെറുതും വലുതുമായ അനേകം കാഴ്ചകൾ ഈ പ്രപഞ്ച സ്വപ്നത്തിനകത്തുണ്ട് രാമ. അന്യേഷു കഥിതമ്മയ, മറ്റ് പ്രപഞ്ചത്തിൽ എന്തുണ്ട് എന്നുള്ള കാര്യമല്ല നിന്നോട് പറഞ്ഞത്. നമ്മുടെ ഭൂമി ഏതൊരു പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നോ ആ പ്രപഞ്ചത്തിൽ ഞാൻ കണ്ട കാഴ്ചകളെയാണ് നിന്നെ പറഞ്ഞു കേൾപ്പിച്ചത്. അന്യേഷ്വസ്തി ജഗത് സ്വപ്നേഷു ഏവമന്യാപി ച സ്ഥിതിഃ. ഈ പ്രപഞ്ച സ്വപ്നം എന്ന് പറയുമ്പോൾ ആ പ്രപഞ്ച സ്വപ്നത്തിൽ തന്നെ പലതും ഉണ്ടെന്നാണ്. നമ്മുടെ പ്രപഞ്ചം ഒരു സ്വപ്നം മാത്രമാണ്. ഇതുപോലെ അനേകം പ്രപഞ്ച സ്വപ്നങ്ങളുണ്ട്. ആ ഓരോ സ്വപ്നത്തിനും ഓരോ സൃഷ്ടികർത്താവുണ്ട്. അവിടെ വ്യത്യസ്തങ്ങളായ പല കാഴ്ചകളും നമുക്ക് കാണാൻ കഴിഞ്ഞേക്കാം. നമ്മുടെ ഭൂമി ഇത് ഏത് പ്രപഞ്ചത്തിൻ്റെ അംശമാണോ അതിൽ കണ്ട കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മറ്റ് കാഴ്ചകളെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല, അറിയാൻ ശ്രമിച്ചിട്ടുമില്ല. ആവശ്യമില്ല. ഇതെല്ലാം മൊത്തത്തിലൊരു സ്വപ്നമാണെങ്കിൽ ഈ സ്വപ്നത്തിനകത്ത് ഇങ്ങനെ പാറി നടന്നിട്ട് ഓരോരോ കാഴ്ചകളെ കാണുന്നത് കൊണ്ട് എന്ത് പ്രയോജനം?
സ്വപ്നത്തിൽ നിന്ന് പുറത്ത് കിടക്കണം. അതാണ് നമുക്ക് വേണ്ടത്. സ്വപ്നത്തിനകത്ത് എന്തൊക്കെയോ കാണപ്പെടുന്നു. അതിനെയൊക്കെ കാണാൻ ശ്രമിക്കുന്നതും അതിനെയൊക്കെ മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കുന്നതും ഒരർത്ഥത്തിൽ വിഡ്ഢിത്തം തന്നെയാണ്. സത്യമെന്താണ്? അതാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ കണ്ടെത്തേണ്ടത്. അപ്പോൾ മറ്റ് കാഴ്ചകൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവാം രാമ. നമ്മുടെ പ്രപഞ്ചത്തിൽ ഞാൻ കണ്ട കാഴ്ചയാണ് നിനക്ക് പറഞ്ഞു തന്നത്. ഏതദ് യന്മയാ ലോകാലോക ജ്യോതിശ്ചക്രാദി സംസ്ഥാനം കഥിതം. ലോകാലോക പർവ്വതത്തെക്കുറിച്ചും അതിൻ്റെ മുകളിൽ കാണപ്പെടുന്ന ജ്യോതിശ്ചക്രത്തെക്കുറിച്ചുമൊക്കെ ഞാൻ നിന്നെ പറഞ്ഞു കേൾപ്പിച്ചു. തത് അസ്മദ്ദൃഷ്ടേ ജഗത് സ്വപ്നെ പ്രസിദ്ധം കഥിതം അന്യേഷു തു ന കഥിതം. അത് നമ്മുടെ പ്രപഞ്ച സ്വപ്നത്തിൻ്റെ അംശമാണ്. അതിനെയാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. അന്യേഷു ബ്രഹ്മാണ്ടാന്തര ലക്ഷണേഷു. മറ്റ് ബ്രഹ്മാണ്ടങ്ങൾ ഇതുപോലെയുണ്ട്. നമ്മുടെ ബ്രഹ്മാണ്ടത്തിൽ കണ്ട കാഴ്ചയാണ് ഞാൻ പറഞ്ഞത്. ജഗത് സ്വപ്നേഷു അപി ഏവമേവ ഉത്സർഗതഃ സ്ഥിതിഃ ക്വചിത് അന്യാദൃശ്യപി ഇത്യർത്ഥഃ. ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിനേക്കാളും ഗംഭീരമായ കാഴ്ചകളോ മറ്റ് ബ്രഹ്മാണ്ടങ്ങളിൽ ഉണ്ടായേക്കാം. മായയ്ക്കകത്ത് ഇന്നതേ പാടുള്ളൂ, ഇന്നത് പാടില്ല എന്ന നിയമമൊന്നുമില്ല. എന്ത് വേണമെങ്കിലും മായയ്ക്ക് ഉണ്ടാക്കി കാണിക്കാനുള്ള കഴിവുണ്ട്. അജ്ഞാനികളായ ജീവന്മാർ അത് കണ്ട് ഭ്രമിക്കുകയും ചെയ്യും. അതൊക്കെ വാസ്തവമാണ്, സത്യമാണ് എന്ന് കരുതി അവർ ഭ്രമിക്കുകയും ചെയ്യും. എന്തായാലും നമ്മുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ബ്രഹ്മാണ്ടത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ജഗത് സ്വപ്നേഷു ചാന്യേഷു സംസ്ഥാന കഥനേന കിം നഹ്യൗപയോഗികാദന്യാ കഥാ ഭവതി ധീമതാം. എല്ലാം തന്നെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ ഭാഗമാണ്. അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ മായയ്ക്കുള്ളിലാണ്. ബ്രഹ്മവുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇതൊന്നും വാസ്തവത്തിൽ ഇല്ലാത്തതുമാണ്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞു കേൾപ്പിച്ച കാര്യങ്ങളൊക്കെ അതൊന്നും യഥാർത്ഥത്തിലുള്ളതല്ല, ഞാൻ കണ്ടതാണ്. നിനക്കും ഒരുപക്ഷെ കാണാൻ കഴിഞ്ഞുവെന്ന് വരാം. പക്ഷേ കണ്ടതിന് അപ്പടി വിശ്വസിക്കുന്നത് അജ്ഞതയാണ്. അതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. കാരണം മായ ഇതുപോലെ പല ദൃശ്യങ്ങളെയും ഇങ്ങനെ ഉണ്ടാക്കി കാണിച്ചു കൊണ്ടേയിരിക്കും. ഈ ജഗത് സ്വപ്നത്തിൽ, അതായത് മറ്റ് ജഗത് സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രഹ്മാണ്ടമല്ലാത്ത മറ്റ് ബ്രഹ്മാണ്ടങ്ങളിൽ അതിലുള്ളവയെക്കുറിച്ച് എന്തിനു പറയണം രാമ? ഇതുപോലെ എത്രയോ ബ്രഹ്മാണ്ടങ്ങളുണ്ട്. വിചിത്രങ്ങളായ ജീവികളും വസ്തുക്കളുമൊക്കെ അവയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് വരാം. പക്ഷെ അതൊക്കെ കണ്ടതുകൊണ്ട് എന്ത് പ്രയോജനം? മൊത്തത്തിൽ ഇതില്ലാത്തതാണല്ലോ, ഒരു സ്വപ്നത്തിൻ്റെ ഭാഗമാണല്ലോ ഏത് ബ്രഹ്മാണ്ടവും. നഹ്യൗപയോഗികാദന്യ കഥാഭവതി ധീമതാം. ബുദ്ധിമാന്മാർ പ്രയോജനമുള്ള കാര്യങ്ങളിൽ മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുള്ളൂ. ഒന്നിനെ അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രയോജനമില്ലാതെ ഓരോ കാര്യങ്ങളെ ഇങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് അല്ലെങ്കിൽ സ്മരണയിൽ സൂക്ഷിച്ചതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം? നമ്മൾ സംഭരിച്ചിട്ടുള്ള അറിവുകളെല്ലാം ഇഹലോകത്തിന് പ്രയോജനപ്പെടുന്ന അറിവുകളാണ്. പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം, ജനറൽ നോളജ്, തൊഴിൽ വാർത്ത, തൊഴിൽ വീഥി പോലെയുള്ള പത്രങ്ങളുണ്ട്. അതിൽ ധാരാളം ജനറൽ നോളജ് ചോദ്യങ്ങളുണ്ട്. അടുത്ത PSC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഒരു ജോലി വേണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതൊക്കെ ബുദ്ധിയിൽ ശേഖരിച്ച് വെക്കേണ്ടത് അയാളുടെ ഒരാവശ്യമാണ്. ഉദ്യോഗത്തിൽ കയറി കഴിഞ്ഞ ഒരാൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട്. അതുപോലെ ആത്മജ്ഞാനം നേടാത്ത ഒരാൾക്ക് പ്രപഞ്ചജ്ഞാനം കൊണ്ട് പല പ്രയോജനങ്ങളും ഉണ്ടായേക്കാം. പക്ഷെ ആത്മാവിനെ കണ്ടെത്തിയ ഒരു ജ്ഞാനിക്ക് മറ്ററിവുകൾ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല.
കാരണം ദ്വൈതം എന്നുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ മിഥ്യയാണ്. പലതിനെക്കുറിച്ചുള്ള അറിവുകളാണല്ലോ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്നത്. ഒന്നിനെക്കുറിച്ചുള്ള അറിവും പുസ്തകങ്ങളിൽ നിന്ന് കിട്ടില്ലേ? വേദാന്ത ശാസ്ത്രം, ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ, അതൊക്കെ ഒന്നിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നവയാണല്ലോ. അപ്പോൾ ഒന്നിനെക്കുറിച്ചുള്ള അറിവും ഗ്രന്ഥ പഠനത്തിലൂടെ നമുക്ക് ലഭിക്കുകയില്ലേ എന്ന് നമുക്കൊരു ചോദ്യം ചോദിക്കാം. പക്ഷേ ഗ്രന്ഥ പഠനത്തിലൂടെ അല്ലല്ലോ ആത്മജ്ഞാനം കിട്ടുന്നത്. ഗ്രന്ഥം പഠിക്കുന്നത് കൊണ്ട് മാത്രം ആത്മാവിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാകുമെങ്കിൽ ഈ പുസ്തകങ്ങളും ഉപനിഷത്തുകളും ഭാഷ്യങ്ങളും ഒക്കെ വായിക്കുന്നവർക്ക് വായിച്ച് തീരുമ്പോൾ ബ്രഹ്മജ്ഞാനം ഉണ്ടാവണമായിരുന്നല്ലോ. അങ്ങനെ കാണുന്നില്ലല്ലോ. വായിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു ആത്മതത്വം എന്നൊന്നുണ്ട് എന്നുള്ള ഒരു ആ ശാസ്ത്രീയ സത്യത്തെ, അത് ഉണ്ട് എന്നുള്ള കാര്യത്തെ മനസ്സിലാക്കാനും അതിനെ എങ്ങനെയാണ് പിന്തുടർന്ന് സാക്ഷാത്കരിക്കേണ്ടത് തുടങ്ങിയ ഉപായങ്ങളെ കുറിച്ചുമൊക്കെ മനസ്സിലാക്കാനാണ് ഈ ഗ്രന്ഥപഠനം. അല്ലാതെ പുസ്തകം വായിച്ചത് കൊണ്ട് ആത്മജ്ഞാനം കിട്ടില്ല. ആത്മാവിനെ നിരന്തരം ബുദ്ധി കൊണ്ട് പിന്തുടരണം. ആത്മാവിനെക്കുറിച്ച് തന്നെ ചിന്തിക്കണം. ചിന്തിച്ച് ഭ്രമര കീടന്യായമനുസരിച്ച് ആത്മതത്വത്തെ കണ്ടെത്തണം. ഭ്രമര കീടന്യായം പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ വേട്ടാവളിയൻ്റെ അതൊരു പുഴുവിനെ കൊണ്ടുവന്ന് വയ്ക്കും ചുവരിലുള്ള ചെറിയ ചെറിയ തുളകളിൽ. എന്നിട്ട് അതിനിട്ടൊരു കുത്തു കൊടുക്കും. ആ കുത്തിൻ്റെ വേദന സഹിക്കുക വയ്യാതെ ആ പുഴു കിടന്ന് പിടയും. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഈ വേട്ടാവളിയൻ ഇങ്ങനെ ചെന്നിരിക്കും. അപ്പോൾ അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ആ പുഴു. അതിന് മരണവേദനയാണ്. അപ്പോൾ ആ വേദന കൊണ്ട് ഈ സാധനമാണല്ലോ എന്നെ കുത്തിയത് എന്ന് അതിൻ്റെ രൂപത്തെ ഇങ്ങനെ നോക്കി ആ രൂപം ഈ പുഴുവിൻ്റെ ഉള്ളിൽ പതിയും. അത് വീണ്ടും തന്നെ വന്ന് കുത്തുമോ എന്നുള്ള ഭയം കാരണം അതിനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ചിന്തിച്ച് ആ പുഴു ആ സങ്കല്പ ശക്തി കൊണ്ട് മറ്റൊരു വേട്ടാവളിയനായി മാറും. ഇതിനെയാണ് ഭ്രമര കീടന്യായം എന്ന് പറയുന്നത്. ഭ്രമരത്തിൻ്റെ കീടം പുഴു. അതെങ്ങനെയാണോ ആ ഭ്രമരത്തെ തന്നെ ചിന്തിച്ച് ഭയം കാരണമായിട്ട്. കംസന് ഇതുപോലെ ഒരാളായിരുന്നു. ദേവകിയുടെ 8ാമത്തെ പുത്രൻ തൻ്റെ അന്തകനാകും എന്ന് അശരീരി കേട്ടു. എന്ന് കൊല്ലും. അപ്പോൾ 8ാമത്തെ കുട്ടി ജനിച്ചപ്പോൾ കാലിൽ പിടിച്ച് നിലത്തടിച്ച് നിലത്തോ അല്ലെങ്കിൽ പാറയിലോ അടിച്ച് കൊന്നതാണ്. പക്ഷേ അതല്ലായിരുന്നു, അത് മായയായിരുന്നു. ഒരു പെൺകുഞ്ഞാണ് 8ാമത് ജനിച്ചത്. അപ്പോൾ അത് മായാദേവിയാണ്. അപ്പോൾ ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ആ കുഞ്ഞിൻ്റെ കാലിൽ പിടിച്ച് പാറയിൽ അടിക്കാൻ ശ്രമിച്ചപ്പോൾ അത് കംസൻ്റെ കൈകളിൽ നിന്ന് തെന്നി മാറി ആകാശത്തുയർന്ന് ഒരു ദിവ്യരൂപത്തോടു കൂടി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു, പെണ്ണുങ്ങളോടാണ് നിൻ്റെ ചങ്കൂറ്റവും പുരുഷത്വവും ഒക്കെ കാണിക്കുന്നത്. പോയ ആൺപിള്ളേരോട് പോയി അടി കൂടറാ. ഒരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. അപ്പോൾ ജനിച്ച് വീണ അതിൻ്റെ കാലിൽ പിടിച്ച് തറയിലടിച്ച് കൊല്ലുക എന്ന് പറയുന്നത് അത് എന്ത് ശൂരത്വമാണ്. പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു, തവാന്തകൻ ഭൂമിതലേ ജനിച്ചു, നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. ജവേന സർവത്ര തിരഞ്ഞുകൊള്ളുക. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിനക്ക് വലിയ സേനാ സന്നാഹങ്ങളൊക്കെ ഉണ്ടല്ലോ, നിന്റെ അന്തകൻ ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു. അതാരാണെന്ന് ചുണയുണ്ടെങ്കിൽ നീ അന്വേഷിച്ച് കണ്ടുപിടിക്കടാ കംസ എന്ന് പറഞ്ഞിട്ട് ആ മായാദേവി അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. അപ്പോൾ പെണ്ണുങ്ങളോടാണോ പൗരുഷം കാണിക്കുന്നത്? നാണമില്ലേടാ? അതുപോലെ നമ്മുടെ പൗരുഷം ബസ്സിന് കല്ലെറിയുന്നതിലൂടെയും മറ്റുള്ളവരുമായിട്ട് വഴക്കടിക്കുന്നതിലും അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നതിലുമല്ല നമ്മൾ പ്രദർശിപ്പിക്കേണ്ടത്. ആത്മതത്വത്തെ സാക്ഷാത്കരിക്കുന്നതിലൂടെ നമ്മൾ ആൺകുട്ടികളാണ് എന്ന് തെളിയിക്കണം. ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നത് ഒരു സ്ത്രീയാണെങ്കിലും അവളും ആൺകൊച്ചാണ് എന്നാണ് വേദാന്തം പറയുന്നത്.
കാരണം ഇത് ആണുങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ചങ്കൂറ്റം, ധൈര്യം, അവനവൻ്റെ സ്വത്വത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് താൻ ആരാണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് അസാമാന്യമായ പൗരുഷമുണ്ടാവണം. ആ പൗരുഷമുള്ളത് ഒരു സ്ത്രീക്കാണെങ്കിൽ പോലും ആ സ്ത്രീയെ ഞാൻ പുരുഷനായി പരിഗണിക്കുന്നു എന്നാണ് ഋഷി പറയുന്നത്. ശരീരം മാത്രമേ ഉള്ളൂ സ്ത്രീയുടെ ശരീരം. സ്ത്രീകൾ പൊതുവെ അബലകളാണ്, ദുർബലകളാണ് എന്നാണല്ലോ വൈപ്പ്. അബലകളൊന്നുമല്ല, അസാമാന്യമായ സങ്കല്പ ശക്തിയുള്ളവരാണ്, ദൃഢനിശ്ചയമുള്ളവരാണ്. അവർ വിചാരിച്ചത് നടത്തിയിരിക്കും. ആണുങ്ങൾക്കത് പറ്റില്ല. പൂങ്കണ്ണീര് കാണുമ്പം ഇവൻ്റെ മനസ്സലിയും. അതുകൊണ്ട് സ്ത്രീകൾ അങ്ങനെ ദുർബല ഹൃദയങ്ങൾ, ശരീരത്തിൽ മാത്രമേ ഉള്ളൂ ദൗർബല്യം. അവർക്ക് ബലിഷ്ഠമായ മാംസപേശികളില്ല, പക്ഷേ നല്ല ശക്തിയുള്ള സങ്കല്പ ദാർഢ്യമുള്ള ഒരു മനസ്സ് സ്ത്രീകൾക്കുണ്ട്. അതുകൊണ്ട് അവരൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നടത്തിയിരിക്കും. എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും, എന്തൊക്കെ എതിർപ്പുകളോ പ്രാതികൂല്യങ്ങളോ ഉണ്ടായാലും അവർ വിചാരിച്ചത് നടത്തിയിരിക്കും. പക്ഷേ ആത്മസാക്ഷാത്കാരം നേടുന്ന കാര്യത്തിൽ മാത്രം അവർക്ക് ഇങ്ങനെ ഒരു ദൃഢനിശ്ചയമില്ല. കാരണം പൊതുവെ ചഞ്ചല മനസ്കരാണ് സ്ത്രീകൾ. മനസ്കരല്ല, മനസ്കകൾ എന്ന് വേണം പറയാൻ. ചഞ്ചല മനസ്കകളാണ് സ്ത്രീകൾ. പക്ഷെ അവരൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നടത്തിയിരിക്കും. നമുക്ക് ഈ ജ്ഞാനികളിലും തത്വദർശികളിലുമൊക്കെ കൂടുതലും പുരുഷന്മാരെ മാത്രമേ കാണാൻ, കാരണം അവരാണ് എന്താ പറയുന്നത്, ഈ ലൈം ലൈറ്റിൽ വരുന്നത് അവർ മാത്രമാണ്. അവരെക്കുറിച്ച് മാത്രമേ ലോകം അറിയുന്നുള്ളൂ. എത്രയോ ജ്ഞാനിനികൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അവരെയൊന്നും ലോകം അറിഞ്ഞിട്ടില്ല. അവർ സാധാരണ പുരുഷന്മാരെ പോലെ ലോകത്ത് വ്യവഹരിക്കുന്നവരല്ലല്ലോ. അതുകൊണ്ട് അവരെക്കുറിച്ചുള്ള കഥകൾ നമുക്കറിയില്ല. അപ്പോൾ ഈ ശരീരം ഒരിക്കലും ജ്ഞാനത്തിന് അനുകൂലമോ പ്രതികൂലമോ അല്ല. പുരുഷനായി ജനിക്കണം എന്നാലേ ആത്മജ്ഞാനം നേടാൻ കഴിയൂ, അങ്ങനെയൊന്നുമില്ല. ശരീരമാണോ ആത്മജ്ഞാനം ഉണ്ടാക്കുന്നത്? അല്ല, അത് തികച്ചും ബുദ്ധിപരമായ പ്രവൃത്തിയാണ്. സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് തത്വവിചാരം ചെയ്താണ് ആത്മാവിനെ കണ്ടെത്തേണ്ടത്. ബുദ്ധിമാന്മാർ ഉപയോഗമില്ലാത്ത അറിവുകൾ സംഭരിച്ചു വയ്ക്കാറില്ല. അങ്ങനെയുള്ള അറിവുകൾ നേടാൻ അവർ പ്രയത്നിക്കാറുമില്ല. ജീവിതത്തിൽ പ്രയോജനമുള്ള അറിവ് മാത്രമേ നമ്മൾ നേടാൻ ആഗ്രഹിക്കാവൂ. അത് മാത്രമേ നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യവും ഉള്ളൂ. അനാവശ്യമായ അറിവുകൾ ബുദ്ധിയിൽ പലതരത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാകും. ഒരുപാട് അറിയരുത്. ആവശ്യത്തിൽ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാണ്. അറിയേണ്ടത് വളരെ ലളിതമായ കാര്യമാണ്. ഒന്നേ ഉള്ളൂ, അതാണ് അറിയേണ്ടത്. പിന്നെ ഈ പലതിൻ്റെ പുറകെ പാഞ്ഞു നടന്ന് അതും ഇതുമൊക്കെ പഠിച്ച് വേണ്ടാത്ത അറിവുകളെല്ലാം ഈ ബുദ്ധിയിൽ എന്തിന് ശേഖരിച്ചു വെക്കണം? അതിൻ്റെ ആവശ്യമെന്ത്? ഒരുപാട് ശാസ്ത്രങ്ങൾ പഠിക്കരുത് എന്ന് ഉപനിഷത്ത് താക്കീത് ചെയ്യുന്നു, മുന്നറിയിപ്പ് തരികയാണ്. അത് ഇതും വേണ്ടാത്ത ശാസ്ത്രങ്ങളൊന്നും വായിച്ച് ബുദ്ധിയെ നശിപ്പിച്ചു കളയരുത്. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ബുദ്ധി ശാഖോപശാഖകളായി പിരിയും. ആ ബുദ്ധിക്ക് ഒരിക്കലും ഏകത്വത്തിൽ ഉറപ്പ് വരില്ല. ബഹുശാഖാ ഹ്യനന്താശ്ച ബുദ്ധയോ അവ്യവസായിനാം. ഒന്നേ ഉള്ളൂ എന്ന തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയാത്ത ബുദ്ധി ശാഖോപശാഖകളായി പടർന്നു പന്തലിച്ച് ചിതറിപ്പോകും. അവരുടെ മനസ്സ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ കേന്ദ്രീകൃതമാവുകയില്ല. അതുകൊണ്ട് അറിയേണ്ടത് പരമസത്യത്തെ മാത്രമാണ്. അതിനുതകുന്ന ഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങൾ മാത്രം വായിക്കുക. മറ്റുള്ളവയൊക്കെ അത് ബാക്കിയുള്ളവർക്ക് വായിക്കാനാണ് എന്ന് വിചാരിക്കുക. ഈ സാധാരണ പ്രമേഹ രോഗികൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ബേക്കറികളിലും മറ്റ് കടകളിലുമൊക്കെ മധുരപലഹാരങ്ങൾ ഇങ്ങനെ കണ്ണാടി കുപ്പിക്കകത്ത് ഇങ്ങനെ നിരത്തി വച്ചിരിക്കും. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞതാണ്, നമ്മുടെ മനോഭാവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതൊക്കെ കാണുമ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിക്കണമെന്ന് തോന്നും. അത് നമുക്ക് തിന്നാനുള്ളതല്ല, അത് തിന്നാനുള്ള ആളുകൾ വേറെയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നടന്ന് നീങ്ങുക, അത്രയേ ഉള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ ഇത് എനിക്ക് കഴിക്കാനുള്ളതാണെന്നുള്ള വിചാരം ഉള്ളതുകൊണ്ടാണല്ലോ വാങ്ങിച്ച് കഴിക്കുന്നത്. എന്നിട്ട് ഷുഗർ കൂടി ICU ആവുന്നത്. അപ്പോൾ അത് നമുക്ക് വേണ്ടിയുള്ളതല്ല, അത് വേറെ ആർക്കോ കഴിക്കാൻ വേണ്ടി കടക്കാരൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ദേ ആർ നോട്ട് മെൻ ഫോർ മീ എന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരുന്നാൽ ഒരു കുഴപ്പമില്ല. ഇത് കാണുന്നതെല്ലാം വാങ്ങിച്ച് കഴിക്കണം ഉള്ളപ്പോഴാണ് വയറിനും എല്ലാറ്റിനും സർവത്ര പ്രശ്നം വരുന്നത്. ഈ നാക്കിനെ അടക്കാതെ മനുഷ്യർക്ക് ജീവിതത്തിൽ അഭ്യുന്നതി ഉണ്ടാവില്ല. നിയന്ത്രിക്കാൻ ഏറ്റവും പ്രയാസമുള്ള അവയവം നാക്കാണ്. നാക്കും ജനനേന്ദ്രിയവും, ഇത് രണ്ടുമാണ് നിയന്ത്രിക്കാൻ പ്രയാസമുള്ള രണ്ടവയവങ്ങൾ. ഇത് രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിലല്ല, അങ്ങനെ തന്നെ പറയാം, തെറ്റില്ല. നാക്കിനെ അടക്കിയാൽ ജനനേന്ദ്രിയവും അടങ്ങും. നാക്കിനെ കെട്ടാൻ കഴിയാത്തവന് ജനനേന്ദ്രിയത്തെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് രസനേന്ദ്രിയവും ജനനേന്ദ്രിയവും, രസനേന്ദ്രിയം ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഒന്നാണ്, കർമ്മേന്ദ്രിയങ്ങളിൽ ഒന്നാണ് ജനനേന്ദ്രിയം. ഇങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും ഉള്ളതിൽ 2 സെറ്റിൽ നിന്നും ഓരോന്നിനെ വീതം നിയന്ത്രണ വിധേയമാക്കിയാൽ എല്ലാം നിയന്ത്രണത്തിൽ വരും. അല്ലെങ്കിൽ ഒന്നും നിയന്ത്രണത്തിൽ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങളിൽ ജനനേന്ദ്രിയത്തെയും ജ്ഞാനേന്ദ്രിയങ്ങളിൽ രസനേന്ദ്രിയത്തെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അയാൾക്ക് പൂർണ്ണ നിയന്ത്രണം നേടാൻ കഴിയും. അപ്പോൾ ഉപയോഗമില്ലാത്ത അറിവുകൾ ജ്ഞാനികൾ അറിയാൻ ശ്രമിക്കാറില്ല. ആവശ്യമുള്ളത് മാത്രമേ അവർ അറിയാൻ എന്നും ശ്രമിച്ചിട്ടുള്ളൂ. സർവേഷാമുത്തരേ മേരുർലോകാലോകശ്ച ദക്ഷിണേ യേഷാമിത്യനുമാശേഷഭൂതൗഘേ തേന പണ്ഡിതാഃ. എന്തായാലും നമ്മുടെ ബ്രഹ്മാണ്ടത്തിൽ ഉള്ളവർക്ക്, ആ ബ്രഹ്മാണ്ടവാസികൾക്കെല്ലാവർക്കും മഹാമേരു എന്നുള്ള പർവ്വതം അവർ നിൽക്കുന്നതിൻ്റെ വടക്ക് ദിക്കിലാണ്. വടക്കോട്ടായിട്ടാണ് മഹാമേരു പർവ്വതം കാണപ്പെടുന്നത്. ലോകാലോക പർവ്വതം ദക്ഷിണ ദിക്കിലുമാണ്. ഈ ഭൂമിയിൽ എവിടെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ വടക്ക് ദിക്കിലാണ് മഹാമേരു, ദക്ഷിണ ദിക്കിലാണ് ലോകാലോക പർവ്വതം. മറ്റ് ബ്രഹ്മാണ്ടങ്ങളിലേക്ക് പോയാൽ ഇതായിരിക്കത്തില്ല അവസ്ഥ. നമ്മുടെ ബ്രഹ്മാണ്ടത്തിൻ്റെ കാര്യം മാത്രമേ വസിഷ്ഠ മഹർഷി ഇവിടെ പറയുന്നുള്ളൂ. യേഷാമിത്യനുമാശേഷഭൂതൗഘേ തേന പണ്ഡിതാഃ. ഇത് ഋഷിമാർ അല്ലെങ്കിൽ സൂക്ഷ്മദർശികൾ കണ്ടെത്തിയിട്ടുള്ള സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് അല്ലയോ പണ്ഡിതന്മാരെ, ഇത് ജ്ഞാനികളുടെ വാക്കാണ്. അതുകൊണ്ട് ഇതിനെ ആരും സംശയിക്കേണ്ട കാര്യമില്ല. പ്രത്യക്ഷമേതദന്യേഷാം യത്ര തേന്യേ ജഗദ്ഭ്രമാഃ നാസ്മാകം വിഷയേതേ ഹി തഥാ സംസ്ഥാനശോഭിനഃ. പ്രത്യക്ഷമേതദന്യേഷാം യത്ര തേ അന്യേ ജഗദ്ഭ്രമാഃ. ഓരോ ബ്രഹ്മാണ്ടത്തിൽ വസിക്കുന്നവർക്കും ആ ബ്രഹ്മാണ്ടം സത്യമെന്ന പോലെയാണ് അനുഭവപ്പെടുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിൽ കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ആ പ്രപഞ്ചഭാഗം സത്യം എന്നാണ് അയാളുടെ അനുഭവം. അതങ്ങനെയാണ്. കാരണം എല്ലാവരും 5 ഇന്ദ്രിയങ്ങളിലൂടെ പ്രത്യക്ഷമായി അനുഭവിക്കുന്നതാണ് ഈ പ്രപഞ്ചം. ഇതുപോലെ എത്രയോ ജഗദ്ഭ്രമങ്ങളുണ്ട്. ഈ ഒരു ബ്രഹ്മാണ്ടം മാത്രമല്ല, അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ. ബ്രഹ്മാണ്ടാവലയോ ഗ്രസ്താഹ എന്നാണല്ലോ ഭൃഗുവിനോട് യമധർമ്മൻ പറഞ്ഞത്. കാലം തന്നെയാണ് കാലൻ. നമ്മൾ കാലൻ എന്ന് പറഞ്ഞാൽ ഏതോ ഭീകര രൂപിയാണ്, പോത്തിൻ്റെ പുറത്ത് കയറി വരുന്നവനാണ്.
ജീവന്മാരുടെ ജീവൻ അപഹരിക്കാൻ വേണ്ടി എത്തുന്ന ആളാണെന്നല്ല, ഒന്നുമല്ല, അത് കാലം തന്നെയാണ്. അവനവൻ്റെ സമയമാകുമ്പോൾ ഇവിടുന്ന് പോകേണ്ടി വരും, അത്രയേ ഉള്ളൂ. അതിന് പേടിച്ചിട്ടോ വിഷമിച്ചിട്ടോ ഒന്നും ഒരു കഥയുമില്ല. പിന്നെ ആ കാലനെ ഒരു ദേവനായി ചിത്രീകരിച്ചു. ജീവൻ അപഹരിക്കുന്നതായതുകൊണ്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ചിത്രീകരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നല്ല കപ്പട മീശയും തലയിലൊരു കിരീടവും വാഹനം മറ്റേ അംബാസഡർ കാറിലോ അല്ലെങ്കിൽ ഫിയറ്റ് കാറിലോ വന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പം കണ്ടാൽ തന്നെ പേടി ഉളവാക്കുന്ന പോത്തിൻ്റെ പുറത്ത് കയറിയാണ് യമധർമ്മൻ വരുന്നത് എന്നൊക്കെ വർണ്ണിച്ചു, അത്രയേ ഉള്ളൂ. നമ്മുടെ സമയം തീരുമ്പോൾ നമ്മുടെ ജീവൻ പോകും. നമ്മുടെ എന്നല്ല, ഏതൊരു ജീവൻ്റെയും ജീവൻ പോകാൻ അതിനുള്ള സമയമാവണം. അതിന് മുമ്പ് ഏത് ഡോക്ടർ വിചാരിച്ചാലും കൊല്ലാൻ പറ്റില്ല. പറഞ്ഞത് മനസ്സിലായില്ല? ഡോക്ടർമാർ രക്ഷിക്കാനല്ല ഇരിക്കുന്നത്, കൊല്ലാനാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു ഡോക്ടറുടെ കയ്യിൽ പെട്ടാൽ പോലും നമ്മൾ മരിക്കില്ല. ധൈര്യമായിട്ട് ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും ചെന്ന് ഏത് ഡോക്ടറെ വേണമെങ്കിലും കണ്ടോളൂ. അദ്ദേഹം പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളെല്ലാം കഴിച്ചോളൂ. നിങ്ങളുടെ സമയമാകാതെ നിങ്ങൾ മരിക്കില്ല. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അയ്യോ ഞാൻ ആശുപത്രിയിൽ പോകില്ല, വല്ല ഈ ഇംഗ്ലീഷ് മരുന്നൊക്കെ വാങ്ങിച്ച് കഴിച്ച അവസാനം ഞാൻ എൻ്റെ ആയുസ് തീരുന്നതിന് മുമ്പേ അകാലത്തിൽ ചരമമടയും എന്നൊന്നും വിചാരിക്കണ്ട. അകാലത്തിൽ ചരമമടഞ്ഞു എന്നൊക്കെ നമ്മൾ ഭംഗി വാക്ക് പറയുന്നതാണ്. അകാലത്തിൽ ഇന്നേ വരെ ഒരുത്തനും ചത്തിട്ടില്ല. എല്ലാവൻ്റെയും കാലം സമയം അടുത്ത് വന്നതിന് ശേഷമാണ് ഓരോ വ്യക്തിയും മരിച്ചിട്ടുള്ളത്. സമയമാകുന്നതിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ പറ്റില്ല. ജ്ഞാനിക്ക് പോലും ഇതാണ് നിയമം. അയാൾ തത്വസാക്ഷാത്കാരം നേടി. ഇനിയിപ്പോൾ ഈ ശരീരം വേണ്ട, ഇതിനെ കുടഞ്ഞു കളഞ്ഞിട്ട് പോകാനും പറ്റില്ല. അത് അദ്ദേഹത്തിനൊരു പ്രശ്നമല്ല. അതൊരു തോളത്ത് കിടക്കുന്ന ഒരു തോർത്ത് പോലെ. തോർത്തിന് വലിയ ഭാരമൊന്നുമില്ലല്ലോ. തോളത്തൊരു തുണ്ടൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്നത് പോലെ അതിങ്ങനെ ഇരിക്കും. അത് ഊരി താഴെ പോകുന്നത് ഞാൻ അറിയത്തേ ഇല്ല. നമ്മളങ്ങനെയല്ല. ഇതിന് വലിയ പ്രാധാന്യം കൽപ്പിച്ച് ഞാൻ ഈ ശരീരമാണ്, വിടുകയില്ല. എത്രയായി എനിക്ക്? സ്വാമി എത്ര വയസ്സായി? 90 വയസ്സേ ആയിട്ടുള്ളൂ. ഒരു 10-20 കൊല്ലം കൂടെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പേരക്കുട്ടിയുടെ കല്യാണവും പറ്റുമെങ്കിൽ അതിൻ്റെ കൊച്ചിൻ്റെ കല്യാണവും കൂടെ ഒന്ന് കണ്ടിട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കൊള്ളാം. തൻ്റെ ആഗ്രഹം തീരാൻ പോകുന്നില്ല. തൻ്റെ ആഗ്രഹങ്ങൾ തീരുന്നത് വരെ ബ്രഹ്മദേവൻ ബാക്കിയുണ്ടാവില്ല. ബ്രഹ്മദേവൻ ചിലപ്പോൾ ഇവിടുന്ന് യാത്രയായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ദീർഘകാലം ജീവിക്കണം എന്നുള്ള ആഗ്രഹം വേണ്ട. ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആരോഗ്യമായി മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ മറ്റുള്ളവർക്ക് ഭാരമാകാതെ ജീവിച്ചിട്ട് ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് പോകണം. അത്ര മാത്രമേ ആഗ്രഹിക്കാവൂ. ദീർഘായുസ് വേണമെന്നൊന്നും ആഗ്രഹിക്കരുത്. 90-100 ഒക്കെ ആയ ആൾക്കാർ അല്ല, അവനെ കൊണ്ട് ഈ ലോകത്തിന്, അവനെ അല്ലെങ്കിൽ അവളെ കൊണ്ട് ഈ ലോകത്തിന് എന്താണ് പ്രയോജനം? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നല്ല കാലത്ത് ലോകത്തിന് പ്രയോജനം ഉണ്ടായിട്ടില്ല, പിന്നെയാണോ ഈ വാർദ്ധക്യത്തിൽ?